മൻ യസ്തഇഫ് യുഇഫഹുല്ലാഹ്. വ്യഭിചരിക്കരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വ്യഭിചാരത്തിന്റെ സാഹചര്യത്തിൽ നിന്നും അല്ലാഹു അവരെ അടർത്തി മാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന ഹദീസാണിത്. വ്യഭിചരിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ വഴി അല്ലാഹു നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. അല്ലാഹു നമ്മുടെ ഖൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മൂജിബാതു റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വസ്സലാമത മിൻ കുല്ലി ഇസ്മിൻ വൽ ഗനീമത മിൻ കുല്ലി ബിർ വൽ ഫൗസ ബിൽ ജന്നതി വൻ നജാത മിനൻ നാർ. മൻ യസ്തഇഫ്. ചെറുപ്പക്കാരികളോട്, വിദ്യാർത്ഥിനികളോട്, നമ്മുടെ ഹോസ്റ്റലുകളിലും കോളേജുകളിലും വിദേശങ്ങളിൽ പോയി പഠിക്കുന്ന മക്കളോട് അല്ലാഹു പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ, മൻ യസ്തഇഫ്. എന്റെ മുമ്പിൽ, എന്റെ ഹോസ്റ്റൽ റൂമിൽ കിടക്കുന്ന ചെറുക്കന്മാര് മുഴുവനും എന്റെ കൺമുമ്പിൽ വെച്ച് വ്യഭിചരിച്ചാൽ പോലും ഞാനത് ചെയ്യില്ല റബ്ബേ, എനിക്കത് പാടില്ല, നിന്റെ അദാബ് എനിക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ എന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ എത്തിപ്പെടുന്ന ഹോസ്റ്റൽ റൂമിലെ ആളുകൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലെങ്കിൽ പോലും, അന്യമതസ്ഥരാണെങ്കിൽ പോലും അവർ തിന്മ ചെയ്യാത്ത നല്ല മനുഷ്യരായിരിക്കും. നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോളൂ. ഇത് മൻ യസ്തഇഫ്. നിങ്ങളുടെ ഖൽബിനുള്ളിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ, നിങ്ങളുടെ യാത്രയുടെ തുടക്കം വ്യഭിചാരത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടല്ല റബ്ബേ, എങ്ങാനും ഒരവസരം വന്നുപെട്ടാൽ റബ്ബേ നീ എന്നെ കാക്കേണമേ എന്ന് മനസ്സിൽ നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ അതിന്റെ അവസരങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ കൈപിടിച്ചു മാറ്റിയിട്ടുണ്ടാകും. ഇല്ലേ, നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടാകും അതിൽ. അല്ലാഹു നമ്മുടെ മക്കളെ, നമ്മളെ എല്ലാവരെയും റബ്ബ് കാത്തുരക്ഷിക്കട്ടെ.